ഹായ് എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്ലോഡ് ചെയ്യുന്ന ടെസ്റ്റിമോണിയൽസിൻ്റെ ഒരു സത്യാവസ്ഥയാണ്. ടെസ്റ്റിമോണിയൽസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു വിദ്യാർത്ഥിയെ, ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണ്. അതൊരു വീഡിയോ ആയിട്ടായിരിക്കും ക്യാപ്ചർ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കാനായിട്ടും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടെസ്റ്റിമോണിയൽസ്. സോ ഈ ടെസ്റ്റിമോണിയൽസ് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുമോ? ടെസ്റ്റിമോണിയൽസിൻ്റെ പിറകിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ തന്നെ ടെസ്റ്റിമോണിയൽസ് യൂട്യൂബിൽ ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കും. ഞാൻ പഠിച്ച സ്ഥാപനങ്ങളിലൊക്കെ എൻ്റെ വീഡിയോസ് ടെസ്റ്റിമോണിയൽസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നീടുള്ള ക്വസ്റ്റ്യൻ, എവിടെയാണ് CMA പഠിക്കേണ്ടതെന്നായിരുന്നു. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് പിടിച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് അധ്യാപകർ നല്ല രീതിയിൽ നമ്മളായിട്ട് ഇടപെടുകയും കമ്മ്യൂണിറ്റി വളരെ നമുക്ക് ആസ്വാദികരമായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരം ടെസ്റ്റിമോണിയൽസ് ആക്ച്വലി സത്യസന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30% സത്യസന്ധവും ബാക്കി ഒരു 70% നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടൂളും ആണെന്ന് പറയേണ്ടി വരും. ഈവൻ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത്. നോർമലി ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരെ പറ്റിയിട്ടുള്ളൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സമൂഹത്തിൽ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു വേർഡ് ഓഫ് മൗത്ത് വേണം. എല്ലാ കുട്ടികളുടെയും അഭിപ്രായങ്ങൾ എടുത്തു വെച്ച് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ ടെക്നിക്കലി കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കൂ. ഈ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? എഡിറ്റ് ചെയ്തിട്ടാണ് ഔട്ട് കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. സ്ഥാപനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾ അറിയാതെ ആ ഒരു ഫ്ലോയിൽ വന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്യും. സോ ഔട്ടായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ ഇത് കണ്ട് വിശ്വസിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അഡ്മിഷൻ എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. കാരണം അതിലൊരിക്കലും കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെഗറ്റീവ് വശങ്ങളെ പറ്റി ഒരു കാരണവശാലും പരാമർശിക്കുന്നതല്ല. ഓൺലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതിപ്പം കുട്ടികളുടെ ടെസ്റ്റിമോണിയൽസ് ആണെങ്കിലും ഈവൻ പേരൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെയുണ്ട്. സോ ടെക്നിക്കലി പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് പറയുന്നത് ചിലർ ജെന്യുവിനായിട്ട് പറയുന്നുണ്ടായിരിക്കാം. ചില കുട്ടികൾ അവർക്ക് വളരെയധികം സന്തോഷം നൽകിയ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കാം. ബട്ട് അതുമാത്രം മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും പോകരുത്. ഒരു 100 കുട്ടികൾ പഠിച്ചെങ്കിൽ ചിലപ്പോൾ 2-3 ആൾക്കാർക്കായിരിക്കും ഈ പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടാവുക. ബാക്കി 97 ആൾക്കാർക്കും അതിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ അതൊരിക്കലും നമ്മൾ അറിയാൻ പോകുന്നില്ല. വെൻ യു ഡിസൈഡ് എവിടെ പഠിക്കണമെന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഈ ടെസ്റ്റിമോണിയൽസ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. അറ്റ്ലീസ്റ്റ് ആ ടെസ്റ്റിമോണിയൽ ചെയ്ത വിദ്യാർത്ഥി ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയോ കോൺടാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ നേരിട്ട് വിളിച്ചൊന്ന് ചോദിക്കുക. അപ്പം നേരിട്ട് വിളിച്ച് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വീഡിയോയിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റുക. പണ്ട് ഈ MBL എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്തൊരു വ്യക്തിയുണ്ട്. ഞാൻ MBL കളിച്ചു, എനിക്ക് 50,000 രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. അതുപോലെ റമ്മി സർക്കിളിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ വന്നിരുന്നിട്ട് എനിക്ക് ഇത്ര പൈസ കിട്ടി എന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഫേക്കാണ്. അവരിത് കളിച്ചിട്ടും ഇല്ല, അവർക്ക് പൈസയും കിട്ടിയിട്ടില്ല. പരസ്യത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു ശമ്പളം കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ടെസ്റ്റിമോണിയൽസും ഒരു പരിധിവരെ ഈ മോഡലൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. പക്ഷേ അവരെ കൊണ്ട് എന്ത് പറയിക്കണം, ഏത് രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ ക്രിയേറ്റീവ് ടീമായിരിക്കും. സോ അവർ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു തീം പറഞ്ഞു കൊടുക്കും. കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വേണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഐഡിയാസ്, ഇൻപുട്സ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുട്ടിയെ കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻപുട്ട് ജനറേറ്റ് ചെയ്യും. സോ ടെസ്റ്റിമോണിയൽസ് ആർ നോട്ട് അറ്റ് ഓൾ ട്രസ്റ്റ് വർത്തി. ഫുള്ളി ഒരു അൺപെയ്ഡ് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് പറയാം. അൺപെയ്ഡ് എന്ന് പറയാൻ കാര്യം എന്താ? കുട്ടികൾക്ക് ഇവിടെ ക്യാഷോ മറ്റു കാര്യങ്ങളോ സംവിധാനങ്ങളോ സമ്മാനങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. മറിച്ച് അവരുടെ ഒരു ഇമേജ് പബ്ലിക് സ്പേസിൽ വരുന്നു, ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ എൻ്റെയൊക്കെ ഫസ്റ്റ് ഈ ടെസ്റ്റിമോണിയൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ 4 പേര് കാണുമല്ലോ. അന്ന് എനിക്ക് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്കൊന്നും വന്നിട്ടുള്ള കാലമുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കുറച്ച് ആൾക്കാർ കാണുമല്ലോ, പരിചയപ്പെടുമല്ലോ, എനിക്കൊരു വിസിബിലിറ്റി കിട്ടുമല്ലോ എന്ന ഫീലായിരുന്നു എനിക്ക്. ഇത് തന്നെയായിരിക്കും പല വിദ്യാർത്ഥികൾക്കും. അവരുടെ ഒരു വീഡിയോ ക്ലിപ്പ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരു സന്തോഷം കിട്ടും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അതിന് തയ്യാറാകും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ആ ഒരു സംവിധാനം ഒഴിച്ച് ഗ്രൗണ്ട് ലെവലിൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഈവൻ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചാണെങ്കിൽ പോലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ
ഇൻസ്റ്റാ പേജിൽ പോയിട്ട് അത് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുക, റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു 10 പേരെങ്കിലും മെസ്സേജ് അയക്കുക, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് ഡയറക്റ്റ്ലി ചോദിക്കുക. ഡയറക്റ്റ്ലി ചോദിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ സാധ്യമാകും. അപ്പോൾ അത് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സോ ഈ ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്ന ഗിമ്മിക്ക് വേണ്ട ഒരിക്കലും നിങ്ങൾ അതിൽ വീണു പോകരുത്. നല്ല രീതിയിൽ ഇവാലുവേഷൻ നടത്തിയിട്ടും അനാലിസിസ് നടത്തിയിട്ടും മാത്രമായിരിക്കണം നമ്മൾ ഏത് കോഴ്സ് ആണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സെലക്ട് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ കരിയറിനെ എഫക്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളൊരു പരസ്യം കണ്ടതുകൊണ്ടോ ആരുടെയെങ്കിലും ഒരു വാക്ക് കേട്ടതുകൊണ്ടോ ഓടിച്ചാടി പോകാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. തറോ ആയിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.